നിങ്ങൾ ഈ ഒരു സെറ്റിങ്സോട് നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏത് സൈറ്റും നിങ്ങൾ ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ലോഡാകാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഏതാണ് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ സിം കാർഡ് ഏതുമാവട്ടെ, ജിയോ, എയർടെൽ, VI ഏത് സിം ആയാലും അതിനൊരു പരിധി ഉണ്ട്. നിങ്ങൾ ഏത് സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിനൊരു പരിധി ഉണ്ട് എത്ര പെട്ടെന്ന് ലോഡാവണം എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ മറികടക്കുന്ന ഒരൊറ്റ സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അതിന് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും 3 ഡോട്ട്. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളും എപ്പോഴും സെറ്റിങ്സ് ആരും ഓപ്പൺ ആക്കാറില്ല. ഹിസ്റ്ററി അതുപോലെ തന്നെ ഡൗൺലോഡ്സ് ഒക്കെ ആണ് ഇവിടെ അധികം ആൾക്കും പരിചയം. നിങ്ങളവിടെ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് മൂന്നാമത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എവിടെയാണുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏറ്റവും സൈറ്റുകൾ എത്രയും പെട്ടെന്ന് ലോഡ് ആവാൻ നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും DNS പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഓപ്ഷന് ഡിസേബിൾ ആണെങ്കിൽ നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുക. മിക്കവാറും എനേബിൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെ മൊബൈൽ ഫോണും യുവർ കറൻറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. അതായത് നിങ്ങളുടെ സിം കാർഡിനനുസരിച്ചുള്ള സ്പീഡായിരിക്കും ഇത് ലഭിക്കുക ഈ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിന്ന്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ചൂസ് അനദർ പ്രൊവൈഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആരോ കാണിക്കുന്നുണ്ട്. ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്ലീൻ ബ്രൗസർ അതായത് ബ്രേക്കറിലൂടെ ഫാമിലി ഫിൽറ്റർ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ആക്കി കൊടുത്ത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൈമാറുകയാണെങ്കിൽ അവർ അനാവശ്യ വീഡിയോയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഓപ്ഷനിലൂടെ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വീണ്ടും ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലൗഡ് ഫയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ബ്രാക്കറ്റിൽ 1.1.1.1 എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏത് സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് വെരി ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ലോഡായി കിട്ടുക. അങ്ങനെ സൈറ്റുകൾ ലോഡാകൽ മാത്രമല്ല ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ആഡ്സ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൈവസി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഒരു ഓപ്ഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എന്താണോ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.